നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ചില കൂട്ടുകാർ പ്രത്യേകമായിട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോയാണ്. വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ ഭാസിസ് അക്കാഡമി LGS മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന KAS വരെയുള്ള ക്ലാസ്സുകൾ എടുത്ത് നൽകിയിട്ടുള്ളതാണ്. നമുക്ക് റിസൾട്ടുകളും ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ LGS പരീക്ഷ എഴുതുന്ന 2024 വേരിയസ് LGS പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഭാസിസ് അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻ എന്നറിയാനായിട്ട് ധാരാളം ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. വാട്സപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും ഫോൺ കോളിലൂടെയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് അതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് കോമൺ ആയിട്ട് ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് LGS പരീക്ഷ എന്നത് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നൊരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാനാണ് ഇത്. ഇപ്പം ഞങ്ങളുടെ കൂടെ നിങ്ങൾ കൂടിയാലും ഇല്ലെങ്കിലും ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് LGSന് വേണ്ടിയിട്ട്? നമുക്കറിയാം LGS പരീക്ഷ ഏകദേശം ഒരു 6 മാസങ്ങൾക്കപ്പുറം നമ്മളെ തേടിയെത്തും എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ മുന്നിലുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, 6 മാസം എന്ന രീതിയിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അല്ല, ഒരു 6 മാസം എന്ന് പറയുന്ന സമയം നമുക്ക് മുന്നിലുണ്ട്. ഈ 6 മാസം കൊണ്ട് നമുക്ക് എന്താണ് കവർ ചെയ്യേണ്ടുന്നത്? 6 മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്യേണ്ടുന്നത് മറ്റൊന്നുമല്ല, അത് നമ്മുടെ സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. അപ്പോൾ 6 മാസം കൊണ്ട് നമുക്ക് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് മാറ്റേണ്ടതുണ്ട്, അല്ലേ? 6 മാസം കൊണ്ട് നമ്മുടെ സിലബസ് പൂർണ്ണമായിട്ട് നമുക്ക് കവർ ചെയ്ത് മാറ്റിയേ പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെ കവർ ചെയ്ത് മാറ്റാം? പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എന്ന് പറയാൻ നേരത്ത് നമുക്കറിയാം എന്തുണ്ട്, ഒന്ന് വേനൽ കാലഘട്ടമാണ്, അല്ലേ? വേനലുണ്ട്, വേനൽ, കൊടിയ വേനൽക്കാലമാണ് വരുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾ വേനൽക്കാലമാണ്. തുടർന്ന് അങ്ങോട്ട് വരുന്ന മഴക്കാലമാണ്, അല്ലേ? ഈ മാർച്ച് മാസം എന്ന് പറയുന്ന നേരത്ത് പരീക്ഷകളുടെ കാലഘട്ടമാണ്. ഒരുമാതിരിപ്പെട്ട വിട്ടമ്മമാരായിട്ടുള്ളവരുടെ പഠനം മുടങ്ങുന്ന കാലഘട്ടമാണ്. പിന്നീട് അങ്ങോട്ട് ഏപ്രിൽ, മെയ് മാസങ്ങളിൽ അവധി കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളുകളിൽ കുട്ടികൾ പോകുന്ന സമയം എന്ന് പറയുന്നത് വീട്ടിൽ ചെലവഴിക്കുമ്പോൾ അവിടെയും സമയം നഷ്ടപ്പെടുന്നതാണ്. ജൂൺ, ജൂലൈ മാസങ്ങളെന്ന് പറയുമ്പോൾ സ്കൂൾ റീഓപ്പണിൻ്റെ കാലഘട്ടമാണ്. പിള്ളേരുടെ പഠനവും ട്യൂഷനും അവർക്ക് സ്കൂളിലേക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ വാങ്ങലും ഒക്കെ ആയിട്ട് പലരുടെയും പഠനം അവതാളത്തിലാവുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് അവസാന സമയത്തേക്ക് പലരും പഠനം നീക്കിവെക്കുന്നു. ഫലത്തിൽ ഈ 6 മാസം എന്ന് പറയുന്നത് പലർക്കും പഠിക്കുവാനായിട്ട് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ LGS പരീക്ഷയുടെ സിലബസും ടൈം ടേബിളും എക്സാമിൻ്റെ തീയതിയും മുൻകൂട്ടി അറിഞ്ഞാലും പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ പോലും ഒരാളും സിലബസ് വെടിപ്പായിട്ട് പൂർത്തീകരിക്കുകയില്ല. അതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ കൂടിയാണ് നമ്മളിവിടെ സിസ്റ്റമാറ്റായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെ എന്ന് നമ്മൾ ഒരു 3 ഡയമെൻഷണൽ അപ്രോച്ചിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൊന്നാമത്തേത് എന്താണ്? ഒന്നാമത് നമ്മൾ ഈ സമയപരിധി നമ്മളുടെ അത് 6 മാസത്തേക്കാണ് നമ്മളുടെ ഈ ഒരു കോഴ്സ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. 6 മാസം, മാർച്ച് മുതൽ അങ്ങോട്ടുള്ള 6 മാസം നമ്മൾ എടുക്കുന്നു. പരീക്ഷ എപ്പോഴാണ് വരുന്നത്? 6 മാസത്തിന് മുൻപേ പരീക്ഷ വന്നാൽ അതിനു മുൻപ് സിലബസ് തീർക്കും. അതല്ലെന്നുണ്ടെങ്കിൽ 6 മാസം വരെ സിലബസ് പലതവണ നമ്മൾ പഠിച്ച് റിവിഷൻ ഉൾപ്പെടെ നടത്തി നമ്മൾ പോകും. അപ്പോൾ 6 മാസമാണ്. ആ 6 മാസം കൊണ്ട് നമ്മളിടുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിലബസ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ എങ്ങനെ, ഏത് രീതിയിലാണ് ഞങ്ങളുടെ പഠനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ഗൈഡൻസിലുള്ള പഠനം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പല ആളുകൾക്ക് പല സിസ്റ്റമായിരിക്കാം. ഞങ്ങളുടെ സിസ്റ്റമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കും, ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അതേ രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം സിലബസിൽ തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ അതിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആദ്യമായിട്ട് മനസ്സിലാക്കണം എന്തൊക്കെ ടോപ്പിക്കുകളുണ്ട് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും. കാരണം കഴിഞ്ഞ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു എന്നറിയാൻ പറ്റും. സിലബസിൽ ഒഴുക്കൻ മട്ടിൽ പറയുന്നു, പക്ഷേ ചോദ്യപേപ്പർ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം വ്യക്തമായിട്ട് ചോദ്യം വന്ന മേഖലകൾ ഏതെല്ലാമെന്ന്. അങ്ങനെ ടോപ്പിക് വൈസിൽ നമ്മളൊരു തരംതിരിക്കൽ നടത്തും ഓരോ സബ്ജക്റ്റിൽ നിന്നും, അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് വൈസിൽ ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെയോ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എന്ത് കൊടുക്കുന്നു, ക്ലാസ്സുകൾ നൽകുന്നു. ക്ലാസ്സുകൾ അത് വീഡിയോ ക്ലാസ്സുകളാണ് കൂടുതലും ഉണ്ടാവുക, ഓഡിയോ ക്ലാസ്സുകളും ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ടാവും. ഏത് ക്ലാസ് തന്നെ നടന്നാലും അത് ആ സമയത്ത് കാണാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് കാണുവാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ നൽകുന്നത്. അത് ഒന്നാമത്തെ അപ്രോച്ച്. ഇതിന് ശേഷം ഈ ക്ലാസ് നൽകിയതിന് ശേഷം ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട്
നിങ്ങൾക്ക് എത്രത്തോളം അറിവ് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ക്വിസ് ഉണ്ടായിരിക്കും. ഒരു ക്വിസ്, അത് ലൈവ് ഓഡിയോ ക്വിസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ലൈവ് ഓഡിയോ ക്വിസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വിസ് ലൈവായിട്ടുള്ളതാണ്. അത് പങ്കെടുക്കാം. അതിൽ പങ്കെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ നൽകിയ ക്ലാസ്സിൻ്റെ ഒരു റിവിഷനാണ് അവിടെ പൂർത്തിയാവുന്നത്. ഇനി മൂന്നാമത്തെ അപ്രോച്ച് എന്താണ്? മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് എക്സാമാണ്. നമ്മൾ നൽകിയ ഈ ടോപ്പിക് ക്ലാസ്, നമ്മൾ നൽകിയ ക്വിസ്, ഇതിന് രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ട് എക്സാം ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ആ ടോപ്പിക്കിൽ നിന്നും മാക്സിമം പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ ക്ലാസ്, ക്വിസ്, എക്സാം, ഇങ്ങനെയുള്ളൊരു 3 ഡൈമെൻഷണൽ അപ്രോച്ചിലാണ് ഭാസിസ് അക്കാഡമി LGS എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൻ്റെ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ നമുക്ക് വീക്ക്ലി സെഷൻ ഉണ്ടായിരിക്കും. വീക്ക്ലി സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്? ഒന്ന് SDLL എന്ന് പറഞ്ഞൊരു സെഷനാണ്. SDLL എന്താണ്? SDLL ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആവശ്യക്കാരായി മാറുന്ന ഒരു ലെവലാണ് SDLL. സെൽഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് ലബോറട്ടറി എന്ന് പറയുന്ന ഒരു സെഷനാണ്. ഇതിൽ എന്തുണ്ടായിരിക്കും? ഒന്ന് മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ ഫാക്കൽറ്റികൾ നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്ന ഒരു സെഷനാണ്. ആഴ്ചയിലൊരിക്കലുള്ളൊരു ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻ ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെ SDLL, ഇതിലൂടെ നിങ്ങളുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് ഓരോരുത്തരുടെയും കഴിവുകൾ തിരിച്ചറിയാനും ഓരോരുത്തരുടെയും പോരായ്മകൾ മനസ്സിലാക്കാനും സാധിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ച് എത്തിക്കുന്നതിനുള്ളൊരു പ്രോഗ്രാമാണ് ഈ SDLL എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കോഴ്സാണ് ഭാസിസ് അക്കാഡമി LGS എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2024 നടക്കുന്ന LGS എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മളുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, ഏത് രീതിയിൽ, എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് ഇനി നോക്കാം അല്ലേ. നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മാർച്ച് മാസം 2-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. മാർച്ച് 2 മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. മാർച്ച് 2-നാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. ഇനി അഡ്മിഷൻ എങ്ങനെയാണ്? അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ എന്ന് പറയുന്നത് മാർച്ച് 10 വരെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. മാർച്ച് 10-ാം തീയതി വരെയാണ് അഡ്മിഷൻ നൽകുന്നത്. മുൻപ് നമ്മുടെ ക്ലാസ്സുകൾ, LGSന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ തികച്ചും സൗജന്യമായിട്ടാണ് നൽകിയിരുന്നത്. ഇത് പക്ഷേ നമ്മൾ സൗജന്യമായിട്ടല്ല നിശ്ചയിച്ചിരിക്കുന്നത്. 6 മാസമാണ് നമ്മൾ ഈ ഒരു കോഴ്സിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് ആകെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു മെമ്പർഷിപ്പ് ഫീസ് മാത്രമാണ്. 6 മാസത്തേക്കുള്ള കോഴ്സിന് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു മെമ്പർഷിപ്പ് മാത്രമാണ്. അത് എത്ര എന്ന് ചോദിച്ചാൽ അത് വെറും 600 രൂപ മാത്രമാണ്. ഭാസിസ് അക്കാഡമി നിശ്ചയിച്ചിരിക്കുന്ന ഒരു മെമ്പർഷിപ്പ് മാത്രമാണ്. 6 മാസത്തേക്കുള്ള കോഴ്സിന് 600 രൂപ മാത്രമാണ് ആ മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. അതായത് 6 മാസം പഠിക്കുന്ന ആൾ 600 രൂപയാണ് മെമ്പർഷിപ്പ് ഫീ ആയിട്ടുള്ളത്. മറ്റൊരു ഫീസും നമുക്ക് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കോഴ്സ് അഡ്മിഷൻ എന്ന് പറയുന്നത്, ഈ 600 രൂപ മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് മാർച്ച് 10-നുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്കാണ് ഈ 600 രൂപ മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിലോ വാട്സാപ്പിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിലോ വാട്സാപ്പിലോ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പേര്, സ്ഥലം, LGS എന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യം എഴുതി ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് ചെയ്യാവുന്നത്? 9846183166 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക, അതും ജോലി ലഭ്യമാകുമെന്ന് ഉറപ്പുള്ള ഒരു റാങ്ക് നേടിയെടുക്കുക. അതിന് നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് 6 മാസത്തോളമുണ്ട്. ഈ 6 മാസം കൊണ്ട് മിനിമം 3 തവണ നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു പോകാൻ സാധിക്കും. 3 മെത്തേഡുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സുകളിലൂടെയും ക്വിസുകളിലൂടെയും മാതൃകാ പരീക്ഷകളിലൂടെയുമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായും ആത്മാർത്ഥമായും ഞങ്ങളുടെ ഈ ഒരു ശൈലി പിന്തുടരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ജോലി, ഏത് ജോലിയാണ്? LGS എന്ന് പറയുന്ന ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടുകൊണ്ട് LGS എന്നുള്ള ജോലി 100% ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പഠിക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. 9846183166. ഓൾ ദ ബെസ്റ്റ്.